പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. വാഴക്കോട് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ശിവരാത്രി പൂരത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. വിവിധ സ്ഥാനഘട്ടങ്ങളിൽ പിതൃതർപ്പണ ബലി നടന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന. ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂരിൽ MDMA-യുമായി 3 പേർ പിടിയിൽ. തലൂരിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരോട്ടിച്ചൽ സ്വദേശി ജോസഫാണ് മരിച്ചത്. ബ്യൂരിൽ ജുവലറിയിൽ നിന്ന് 5 കിലോ വെള്ളി ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതികളുടെ മൊഴി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പുത്തൂർ പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ മർദ്ദിച്ചു കൊന്നു. പുന്നൂക്കര സ്വദേശി ചിറ്റേത്ത് പറമ്പിൽ 45 വയസ്സുള്ള സുധീഷാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പൊറോട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന പൊന്നൂക്കര സ്വദേശി വട്ടപ്പറമ്പിൽ വിഷ്ണുവിനെ ഒല്ലൂർ SHO PM വിമോദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. സുകുമാരൻ എന്നയാളുടെ വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിലാണ് വാക്കുതർക്കമുണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് സുധീഷിന്റെ സഹോദരിയെ വിഷ്ണു കളിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നടന്നത്. തർക്കത്തിനിടെ സുധീഷിന്റെ തല വിഷ്ണു ഭിത്തിയിലിടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്സിൽ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ സുധീഷിന് തലയ്ക്കും നെഞ്ചിനും കൈക്കും പരിക്കേറ്റു. സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി അരിമ്പൂർ വീട്ടിൽ 45 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. ഇയാളോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും കുത്തേറ്റു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ വടക്കാഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് സംഭവമുണ്ടായത്. പ്രതി വിഷ്ണുവിന്റെ വീടിന് മുൻവശത്തായിരുന്നു സംഭവം. വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് വിഷ്ണു. സേവിയറും വിഷ്ണുവും തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയുന്നു. വാഴക്കോട് കടയുടെ മുന്നിൽ കാർ നിർത്തിയിട്ടതുമായുള്ള തർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. സിദ്ദിഖ് സ്റ്റോർ ഉടമ കുറ്റിമുച്ചിക്കൽ 55 വയസ്സുള്ള അബ്ദുൾ അസീസാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരം കാണാനെത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ കടയുടെ മുന്നിൽ നിർത്തുകയും കടയുടമ കാർ മുൻഭാഗത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് നടന്ന വാക്കുതർക്കത്തിന് ശേഷം കാറെടുത്തുപോയ യുവാക്കൾ തിരിച്ചുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. രാത്രി 11 മണിക്ക് യുവാക്കൾ വീണ്ടും എത്തി കടയുടെ ഉള്ളിൽ കയറി വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. യുവാക്കൾ പോയ ഉടനെ അബ്ദുൾ അസീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിഞ്ഞു. 1001 കതിനവടികൾ മുഴങ്ങി. ശിവരാത്രി ഒരിക്കൽ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ശിവരാത്രി മണ്ഡപത്തിൽ മണിക്കൂറുകൾ നീണ്ട വിവിധ കലാപരിപാടികൾ വ്യാഴാഴ്ച പുലർച്ചെ സമാപിച്ചു. വടക്കുനാഥ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി പൂരാഘോഷം ആവേശമായി. പൂരത്തിലെ പങ്കാളികളായ ക്ഷേത്രങ്ങൾ അശോകേശ്വരം തേവരുടെ നെടുനായകത്വത്തിൽ വടക്കുനാഥ ക്ഷേത്രമതിൽക്കകത്ത് അണിനിരന്നു. അപൂർവമായ കൂട്ടിയെഴുന്നള്ളിപ്പിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. അശോകേശ്വരം തേവർ, ചെമ്പൂക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നിവരുടെ എഴുന്നള്ളിപ്പുകൾ ആദ്യം വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി. തൃപ്രയാർ രമേശന്മാരാർ നയിച്ച പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച പാണ്ടിമേളവും അകമ്പടിയായി. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്. നീതലക്കാവ്, അയ്യന്തോൾ, ലാലൂർ, കാരമുക്ക്, ചൂരക്കാട്ടുകര ഭഗവതിമാരുടെയും കണിമംഗലം പനമുക്കുപള്ളി ശാസ്താക്കന്മാരുടെയും എഴുന്നള്ളിപ്പുകൾ വടക്കുനാഥനിലെത്തിയതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് നടത്തിയ മഹാപരിക്രമ ഭക്തിസാന്ദ്രമായി. മഹാപരിക്രമ ഘോഷയാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പത്മശ്രീ IM വിജയൻ, സന്യാസ ശ്രേഷ്ഠർ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ, ഹൈന്ദവ സംഘടനാ നേതാക്കൾ, പൌരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കുനാഥ ക്ഷേത്ര മൈതാനം പ്രദക്ഷിണം വെച്ച് പരിക്രമയാത്ര ശ്രീമൂലസ്ഥാനത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ നേടിയ IM വിജയനെ കേന്ദ്രമന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ C. അരുൺ ശേഖർ അധ്യക്ഷ
അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കാര്യദർശി രമേശ് വാര്യർ, അഡ്വക്കേറ്റ് എം ഹരിദാസ്, ജയകുമാർ മങ്ങാട്ട്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ കെ സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. നടവരമ്പ് സ്വദേശി ചിറയിൽ വീട്ടിൽ ദീപകിനെയാണ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പരിസരത്തു നിന്നും ഹാഷിഷ് ഓയിലുമായി പിടികൂടിയത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ നാസർ, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സൂരജ് വി ദേവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ എന്നിവർ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചാലക്കുടിയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശി ബസന്ത് ബോയിയെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 1 കിലോ 600 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനീഷ് പുത്തില്ലത്ത്, KK രാജു, ഷിജു വർഗീസ്, NU ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർ KS കാവ്യ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന പരിശോധനയിൽ MDMAയുമായി 3 പേർ പിടിയിൽ. കടുപ്പശ്ശേരി സ്വദേശി നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ, മനക്കിലപ്പടി സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ജസ്വിൻ, ഔട്ടത്തൂർ സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത ആൾ എന്നിവരെയാണ് MDMAയുമായി പിടികൂടിയത്. ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 3 പേരെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടിയത്. ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് 19 ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ആസാം നാഗാവോൺ സ്വദേശി അസുദുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വിൽപ്പനയ്ക്ക് ആവശ്യക്കാരെ കാത്തു നിൽക്കുമ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തലൂർ ബൈപ്പാസിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി വട്ടാപ്പറമ്പിൽ വീട്ടിൽ 78 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. മകൻ സുമേഷിനോടൊപ്പം തലൂർ BRDയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ്. കാർ സർവീസിന് കൊടുത്തതിന് ശേഷം ഇരുവരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത്. അപകടത്തിൽ തെറിച്ചു വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിയൂരിൽ ജ്വല്ലറിയിൽ നിന്ന് 5 കിലോ വെള്ളിയാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ G വേലൻ, സന്തോഷ് എന്നിവരെയാണ് ഉള്ളൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജനുവരി 12-ാം തീയതിയാണ് ജ്വല്ലറിയുടെ നിന്നും ഷട്ടർ കുത്തി തുറന്ന് 4.5 ലക്ഷം രൂപ വില വരുന്ന വെള്ളിയാഭരണങ്ങൾ പ്രതികൾ കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സാമ്പത്തിക ബാധ്യത തീർക്കുവാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. വിയൂർ ഇൻസ്പെക്ടർ KS മിഥുൻ, സബ് ഇൻസ്പെക്ടർമാരായ N നുഹ്മാൻ, KS ജയൻ, സിവിൽ പോലീസ് ഓഫീസർ ജോൺസൺ സാഗോക്, സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടർ PM റാഫി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ C ശ്രീജിത്ത്, സുനീപ്, സിംസൺ, അരുൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നയത്തിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച തീരദേശ ഹർത്താൽ വ്യാഴാഴ്ച ആചരിക്കും. ഹർത്താലിന്റെ ഭാഗമായി മത്സ്യബന്ധന തുറമുഖങ്ങളും മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല. മത്സ്യവിതരണ മേഖലയെയും ഹർത്താലിന്റെ ഭാഗമാക്കും. LDFും UDFും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിവിധ തീരദേശ മേഖലകളിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. തീരദേശ ഹർത്താലിന്റെ പ്രചരണാർത്ഥം CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. ചെങ്കോട്ട നഗറിൽ നിന്നും പുത്തൻ കടപ്പുറം സെന്ററിലേക്ക് നടത്തിയ വിളംബര ജാഥ CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റീന കരുണൻ, MA ബഷീർ, കൌൺസിലർ ഉമ്മു റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ഫുൾ കൈ ഷർട്ടുമിട്ട് കയ്യിൽ സഞ്ചിയുമായാണ് മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന.
1.5 വർഷം മുൻപ് താമസിച്ചിരുന്ന വാടക വീടിന്റെ വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഗൃഹനാഥനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇരുമ്പുവടി കൊണ്ട് മർദ്ദിച്ചതായി പരാതി. കൊടകര ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ രഘുവിനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ രഘുവിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുടമയും സുഹൃത്തും ചേർന്ന് അസഭ്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഇരുമ്പ് ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വാടക കുടിശ്ശികയായ 17,000 രൂപ വേണമെന്ന് പറഞ്ഞ് വീട്ടുടമ നിരന്തരം ശല്യപ്പെടുത്താറുണ്ടായിരുന്നതായി രഘു പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ ഒരാളെ കൊടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂർ ഞെള്ളൂർ പാടത്ത് വധൂവരന്മാരോടൊപ്പം വിവാഹ ഫോട്ടോഷൂട്ടിനെത്തിയ ഫോട്ടോഗ്രാഫറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ ഞെള്ളൂർ സ്വദേശി വടക്കേടത്ത് വീട്ടിൽ ബ്രജീഷ്, കല്ലൂർ പാലേക്കവറമ്പ് സ്വദേശി പണിക്കാട്ടിൽ വീട്ടിൽ പവൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 23-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഞെള്ളൂർ സ്വദേശി സനിത്തിനാണ് പരിക്കേറ്റത്. ഫോട്ടോഷൂട്ടിനായി എത്തിയ സനിത്തും ലഹരി ഉപയോഗിച്ചു നിന്നിരുന്ന പ്രതികളും തമ്മിൽ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്ന് ക്യാമറമാനായ സനിത്തിനെ പ്രതികൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുതുക്കാടുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് SHO പി സജീഷ് കുമാർ, SI ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, ഷഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടവേളകളില്ലാത്ത നാടക ദിനങ്ങൾ സമ്മാനിച്ച് ഇറ്റ്ഫോക്കിന്റെ 4ാം ദിനം നിരവധി ഭാഷകളിലും വിവിധ സംസ്കാരങ്ങളിലുമുള്ള നാടകങ്ങളും സംഗീത പരിപാടികളും ചർച്ചകളും ചേർന്ന് കലയും ചിന്തയും ഉണർത്തുന്ന വേദിയായി മാറി. അബോറിജിനൽ ക്രൈ, 6ാമത്തെ വിരൽ എന്നീ നാടകങ്ങളുടെ സംവിധായകരും അഭിനേതാക്കളും പങ്കെടുത്ത മുഖാമുഖത്തിൽ മണിപ്പൂർ വിഷയം ചർച്ചയായി മാറി. മണിപ്പൂരിന്റെ സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളും നാടകത്തിന്റെ നിശബ്ദ സ്വഭാവവും ചർച്ച ചെയ്തു. പ്രോജക്ട് ഡാർലിംഗ് നാടകത്തിന്റെ പുനരാവിഷ്കാരവും നടന്നു. നിക്കോളായ് ക്രംസിന്റെ ക്ലാസിക് കൃതി അവലംബിക്കുന്ന നാടകം പുവർ ലിസ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറി. മലയാള നാടകം 6ാമത്തെ വിരലിന്റെ പുനരാവിഷ്കാരവും ഷിഹാബു സംഘത്തിന്റെ മെഹ്ഫിൽ സംഗീത വിരുന്നും അരങ്ങേറി. ദേശങ്ങൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. വടക്കാഞ്ചേരി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ടിന് ശേഷം 3 ആനകളുടെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര കോമരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൊങ്ങലടിയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. തുടർന്ന് കോമരം കൽപ്പനയ്ക്ക് ശേഷമായിരുന്നു ദേശങ്ങളുടെ ഉപചാരം ചൊല്ലൽ. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി കൺട്രോൾ റൂമിലെ പോലീസുകാരൻ മരിച്ചു. വിയൂർ സ്വദേശി 51 വയസ്സുള്ള രമേശ് ബാബുവാണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഉത്രാളിക്കാവ് പൂരം കണ്ട് മടങ്ങുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ മുണ്ടത്തിക്കോട് CPM ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു. പന്തക്കൽ വീട്ടിൽ വിശ്വംഭരന്റെ മകൻ 34 വയസ്സുള്ള ബിബിനാണ് മരിച്ചത്. പാർലിക്കാട് വ്യാസ കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അത്താണി സിൽക്കിലെ ജീവനക്കാരനാണ്. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സംഗീതജ്ഞനും തൃശൂരിലെ ആദ്യകാല ഗായകനുമായ തൃശൂർ പത്മനാഭന് സമ്മാനിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗായകൻ മണ്ണൂർ രാജകുമാരനുണ്ണി പുരസ്കാരദാനം നിർവഹിച്ചു. സംഗീതരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ PV ജോർജ്, സുഗത പ്രസാദ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗായകൻ യേശുദാസിനെക്കുറിച്ച് ശ്രീലാൽ പൂങ്കുന്നം രചിച്ച ഗന്ധർവഗാനത്തിന്റെ പ്രകാശനവും ഹരിദാസ് കോങ്ങശ്ശേരി രചിച്ച പ്രണയം പ്രകൃതി പ്രാർത്ഥന എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. മണ്ണൂർ രാജകുമാരനുണ്ണി, തൃശൂർ പത്മനാഭൻ, PV ജോർജ്, സുഗത പ്രസാദ്, MD സോമശേഖർ, ശ്രീലാൽ പൂങ്കുന്നം, KP ബാലമുരളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനമേളയ്ക്ക് ഗായകൻ MD സോമശേഖർ നേതൃത്വം നൽകി. പ്രിയ കഥാകാരിയുടെ സ്മരണകൾ വേരിറങ്ങിയ മണ്ണിൽ നീർമാതളം ഒരിക്കൽ കൂടി പൂവിട്ടു. മലയാളിയുടെ മനസ്സിൽ നല്ല കഥകളുടെ നെയ്പ്പായസം വിളമ്പിയ കമല സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി കോട്ടപ്പുറം കായലോരത്ത് നട്ട നീർമാതളം ഇന്ന് ആംഫി തിയേറ്റർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടയാളമാണ്.
പൂത്തുനിൽക്കുന്ന നീർമാതളം കാണാൻ ഒട്ടനവധി പേരാണ് കോട്ടപ്പുറത്തെത്തുന്നത്. മാധവിക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്ന ദിവസത്തിലാണ് കോട്ടപ്പുറം പുഴയോരത്ത് നാട്ടുകാർ നീർമാതളത്തൈ നട്ടത്. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുഴയോരം നവീകരിച്ച് ആംഫി തിയേറ്റർ ഒരുക്കിയപ്പോൾ നീർമാതളത്തൈ സ്ഥലം മാറ്റി നടുകയും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളാണ് നീർമാതളത്തിന്റെ പൂക്കാലം. വർഷങ്ങളായി കോട്ടപ്പുറത്തെ നീർമാതളം പൂക്കാലം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു പോരുന്നുമുണ്ട്. ഈ കോട്ടപ്പുറം കായലോരത്തിന് വളരെ മനോഹാരിതമായി നമ്മുടെ ഈ കായലോരത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ നീർമാതളം ഒരു കാലത്ത് ഇവിടെ ഒട്ടനവധി ചെറുപ്പക്കാരെല്ലാവരും കൂടിയും നട്ടുപിടിപ്പിച്ച്, പക്ഷേ ഇത് വളരെ മനോഹരമായി ഇന്ന് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ ലോകത്തെവിടെയും നീർമാതളം എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി അമ്മയുടെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരുടെ ആ ഓർമ്മ നിലനിൽക്കുന്ന ഈ നീർമാതളം കേരളത്തിൻ്റെ തന്നെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്ന ഈ കോട്ടപ്പുറം കായലോരത്ത് പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഒട്ടനവധി പേര് ഇത് അറിഞ്ഞ് ഇത് കാണുവാൻ വരുന്നുണ്ട്. ഇടനാട്ടിലെയും മലനാട്ടിലെയും പുഴയോരങ്ങളിൽ സ്വാഭാവികമായി വളർന്നു വരുന്ന വൃക്ഷമാണ് നീർമാതളം. കാപ്പാരേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന നീർമാതളത്തിന്റെ ശാസ്ത്രനാമം ക്രെട്ടേവ മാഗ്ന എന്നാണ്. മാഗ്ന എന്ന സ്പീഷ്യസ് നാമത്തിന് വലുത്, മഹത്തരം എന്നിങ്ങനെയാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം. 4 ബാഹ്യദളങ്ങളും 4 ദളങ്ങളുമുള്ള നീർമാതള പൂക്കൾ ആദ്യം വിരിയുന്നത് വെള്ളയോ ക്രീം നിറത്തിലോ ആയിരിക്കും. പൂർണ്ണമായി വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇളം മഞ്ഞ നിറത്തിലായി മാറും. മൂത്രാശയ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധം കൂടിയാണ് നീർമാതളം. നീർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ്. നീർമാതള പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ലേഷത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച് എത്രയോ തവണ ജനലിലേക്ക് ഓടിയിട്ടുണ്ട്. പൂത്തുനിൽക്കുന്ന നീർമാതളം ഒരു നോക്കുകൂടി കാണുവാൻ എന്ന് മാധവിക്കുട്ടി പറഞ്ഞു കണക്കെ നീർമാതളത്തിന്റെ പൂക്കാലം ആസ്വദിക്കാൻ കാഞ്ഞിരപ്പുഴയോരം തേടിയെത്തുകയാണ് പലരും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ മാവിൻചൂട് സെന്ററിൽ ആംബുലൻസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മുണ്ടൂർ കോഴിശ്ശേരി കാർത്തികേയന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത്. രോഗിയുമായി പോയിരുന്ന കോട്ടപ്പുറം ലാസിയോ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബസ് ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. മമ്മിയൂർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ പോയതായിരുന്നു ലക്ഷ്മി. പരിക്കേറ്റ ലക്ഷ്മിയെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവി പി ഭാസ്കരനാണെന്നും വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യത്തോളം പോകുന്ന ഒരു വിപ്ലവ കാവ്യം വേറെയില്ലെന്നും ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ നടന്ന ഭാസ്കര സന്ധ്യയിൽ പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രന് മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയചന്ദ്രന്റെ ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ്. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, വിദ്യാധരൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ, സജിത് എവുരേത്ത്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ഫൗണ്ടേഷൻ സെക്രട്ടറി CS തിലകൻ, PT ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ഭാസ്കരൻ മാഷായിട്ടുള്ള ബന്ധം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചാണ്. ഒരുപാട് പുത്തൂർ അമ്പലക്കാട് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്ന കേസിലെ പ്രതിയെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എസ്എൻപുരം സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് മോഷണം നടന്നത്. പുത്തൂരിൽ ആനപ്പാപ്പാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കെയാണ് പ്രതി മോഷണം നടത്തിയത്. മോഷണത്തിന് ശേഷം ജോലി നിർത്തി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് തിരുവില്ലാമലയിൽ മറ്റൊരു ആനയുടെ പാപ്പാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കെയാണ് പ്രതി പിടിയിലായത്. ഇൻസ്പെക്ടർ PM വിമോദ്, സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു, പ്രൊബേഷൻ SI ക്ലിന്റ് മാത്യു, CPO അബീഷ് ആന്റണി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി CPM പട്ടാളം റോഡിൽ നടത്തിയ സമരത്തിൽ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാതെ ഒഴിവാക്കിക്കൊടുത്ത പോലീസിന്റെ നടപടി ഹൈക്കോടതി നിർദ്ദേശം കാറ്റിൽ പറത്തുന്നതാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. CPMന് ഒരു നയവും മറ്റുള്ളവർക്ക് വേറൊരു നയവുമാണെന്നാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഭരണക്കാർ നടത്തിയ സമരത്തിന് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുക എന്നതാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ പോലീസ് സ്വീകരിച്ച നടപടി. പ്രതിപക്ഷം നടത്തുന്ന സമരത്തിന് എതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിയമ നടപടികൾ കൈക്കൊള്ളുന്ന പോലീസ് CPMന്റെ സമരത്തിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുളൂരിൽ സൗജന്യ യോഗ പരിശീലന പദ്ധതി
200-ലധികം സ്ത്രീകളാണ് ഇവിടെ യോഗ പരിശീലിക്കുന്നത്. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ കേരളം പദ്ധതിയോടൊപ്പം ദേശീയ ആയുഷ് മിഷനും ചേർന്നാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ ഗർഭിണികൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം ആരംഭിക്കും. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ദേശീയ ആയുഷ് മിഷൻ പദ്ധതിയിൽ കുഴൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിശീലിപ്പിക്കുന്നത്. കുട്ടികൾ മുതൽ 80 വയസ്സുള്ള രാധാമണി വരെയുള്ളവർ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട്. 2.5 മാസമാണ് സാധാരണയായി ഒരു കോഴ്സായി കണക്കാക്കുന്നത്. രോഗങ്ങൾക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ടെന്നും ഗർഭിണികൾക്കുള്ള യോഗ വലിയ മാറ്റമുണ്ടാക്കുമെന്നും ക്ലിനിക്കൽ യോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി പാർവതി പറഞ്ഞു. ആബാലവൃദ്ധ ജനങ്ങൾക്കും യോഗ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേനലവധിക്ക് കുട്ടികൾക്ക് യോഗ നമ്മൾ ട്രെയിനിങ് അഭ്യാസം കൊടുക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവ് ആവാനും മെൻ്റലി അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവാനും പിന്നെ കോൺസെൻട്രേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കുട്ടികളെ വളരെയധികം യോഗ സഹായിക്കും. അപ്പം ഇവിടെ ഒത്തിരിയും വയ്യാത്ത അമ്മമാരുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ പ്രായഭേദമന്യ ആൾക്കാരുണ്ട്. ചെറിയ പ്രായത്തിലുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, നല്ല പ്രായത്തിലുള്ള 80 വയസ്സുവരെയുള്ള അമ്മമാർ ഇവിടെ വന്നിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ തന്നെ സാധിക്കാറുമുണ്ട്. ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ കെ നിഷ, പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ രവീന്ദ്രൻ എന്നിവരും രോഗികൾക്ക് ആവശ്യമുള്ള യോഗ പരിശീലന രീതികൾ പകർന്നു നൽകും. എല്ലാ ദിവസവും രാവിലെ മുതൽ 1 മണിക്കൂറാണ് ബാച്ച് തിരിച്ച് പരിശീലിപ്പിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർത്രൈറ്റിസ് ബാധിച്ചവർക്ക് പ്രത്യേക ചികിത്സയുടെ ഭാഗമായുള്ള യോഗ പരിശീലനത്തിനായി നിരവധി പേരാണുള്ളത്. ഇവർക്ക് രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് യോഗയുടെ രീതിയും ദൈർഘ്യവും വ്യത്യാസപ്പെടും. കോഴ്സ് പൂർത്തിയാക്കി 200-ലധികം പേർ വീടുകളിൽ യോഗ ചെയ്യുന്നുണ്ട്. ഒരു ബാച്ചിൽ 15 മുതൽ 18 പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. TCV മാള. ഈ വർഷത്തെ കാവ്യശിഖ പുരസ്കാരങ്ങൾ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച കാവ്യശിഖ സംഗമത്തിൽ വിതരണം ചെയ്തു. കാവ്യശിഖ സംഗമത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ നിർവഹിച്ചു. കാവ്യശിഖ പുരസ്കാരം കവി ശ്രീജ വിധുവും കാവ്യപ്രതിഭാ പുരസ്കാരം കവി PT സുരാജും അശോകൻ ചെരുവിൽ നിന്ന് ഏറ്റുവാങ്ങി. കവി ഡോക്ടർ C. രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MN വിനയകുമാർ, VK സുരേഷ് കുമാർ, കവികളായ ശ്രീജ വിധു, PT സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ ഇടപഴകുന്നതും അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായി ഇവിടെ വിഭാഗത്തിൽ നിന്ന് സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 810 രൂപ, പവന് 64,080 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,393 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. വാഴക്കോട് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ശിവരാത്രി പൂരത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. വിവിധ സ്ഥാനഘട്ടങ്ങളിൽ പിതൃതർപ്പണ ബലി നടന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപകമായി പോലീസ് പരിശോധന. ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂരിൽ MDMAയുമായി 3 പേർ പിടിയിൽ. തലൂരിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരോട്ടിച്ചൽ സ്വദേശി ജോസഫാണ് മരിച്ചത്. ബ്യൂരയിൽ ജ്വല്ലറിയിൽ നിന്ന് 5 കിലോ വെള്ളി ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പ്രതികളുടെ മൊഴി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.